നമ്മുടെ മൊബൈലിലുള്ള ആപ്ലിക്കേഷൻ്റെ ഐക്കണുകൾ ഇതുപോലെ വളരെ വലിയ രൂപത്തിൽ ഡിസ്പ്ലേയിൽ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത്രയും വലിയ രൂപത്തിൽ എന്തിനാണ് ആപ്ലിക്കേഷൻ്റെ ഐക്കണുകൾ ഡിസ്പ്ലേയിൽ സെറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് എന്ന്. നമ്മളെ പോലെ ആയിരിക്കില്ല നമ്മുടെ വീട്ടിലുള്ള പ്രായം ചെന്നവർ. അവരും സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവരായിരിക്കും. അവർ ചിലപ്പോൾ വാട്സാപ്പ് മാത്രം ഉപയോഗിക്കുന്ന ആളായിരിക്കും. അപ്പോൾ ഇത്രയും ആപ്ലിക്കേഷൻ്റെ ഇടയിൽ വാട്സാപ്പ് മാത്രം തെരഞ്ഞു പിടിച്ച് ഉപയോഗിക്കാൻ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇതുപോലെ അവർ ഏതാണ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് അതൊക്കെ വളരെ വലിയ രൂപത്തിൽ ഡിസ്പ്ലേയിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊരു ചെറിയൊരു ആപ്ലിക്കേഷനാണ്. ഇതിന് പെർമിഷൻ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇതെങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യുന്നത്, എങ്ങനെ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്താൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് എഴുതിയിട്ടുണ്ടാകും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ലഭിക്കും. അതിലൂടെയും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഒരുപാട് ഐക്കണുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഇതൊന്നും ചെയ്യേണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഒരു പെർമിഷനും ഇതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഒഴിഞ്ഞ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ താഴെ വിഡ്ജറ്റ്സ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും. ഓക്കെ, ഇവിടെ നിങ്ങൾ ഇവിടെ ആപ്ലിക്കേഷൻ്റെ പേര് കാണുന്നുണ്ട്. അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തതിന് ശേഷം അവിടെ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ടച്ച് ചെയ്യുക. ഇവിടെ ആഡ് എന്ന് വന്നിട്ടുണ്ടാകും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, നിങ്ങളുടെ മൊബൈലിലെ എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ ഇതുപോലെ വലുതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് വലുതായിട്ട് സെറ്റ് ചെയ്യേണ്ടത് ആ ആപ്ലിക്കേഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ വാട്സപ്പാണ് തിരഞ്ഞെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി, അത് നമ്മുടെ ഡിസ്പ്ലേയിൽ വരും. പിന്നെ ആവശ്യത്തിന് അനുസരിച്ച് ഇതുപോലെ നമുക്ക് വലുതാക്കാം. എത്ര വലുത് വേണമെങ്കിലും ആക്കാം. കണ്ടോ, ഒരുപാട് ഇപ്പോൾ ഡിസ്പ്ലേ ഫുള്ളായിട്ട് ഞാനിപ്പോൾ വാട്സപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ വലുതാക്കിയിട്ട് ജസ്റ്റ് ഒഴിഞ്ഞ ഭാഗത്തുനിന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ സെറ്റ് ആവും. പിന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ഇതുപോലെ ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഇതിന് പുറമെ നിങ്ങൾക്ക് വേറൊരു ആപ്ലിക്കേഷൻ ഇതുപോലെ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞ ഭാഗത്ത് നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് വിഡ്ജറ്റ്സ് ഇവിടെ താഴെ കാണാൻ സാധിക്കും. അവിടെ സെലക്ട് ചെയ്യുക. നേരത്തെ കണ്ട പോലെ തന്നെ ആപ്ലിക്കേഷൻ ഇവിടെ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഇവിടെ ആ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ ആപ്ലിക്കേഷനിൽ ഒന്ന് ടച്ച് ചെയ്തു. ആഡ് എന്ന ഭാഗം വന്നു, അവിടെ ക്ലിക്ക് ചെയ്തു. നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണാൻ സാധിക്കും. ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് വീണ്ടും സെറ്റ് ചെയ്യേണ്ടത്? ഞാനിപ്പോൾ ഫേസ്ബുക്ക് ടച്ച് ചെയ്തു. ടച്ച് ചെയ്ത ഉടനെ തന്നെ ഫേസ്ബുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് ഇവിടെ വലുതാക്കിയിട്ട് ഡിസ്പ്ലേയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ വീട്ടിലുള്ള പ്രായമായവർ അല്ലെങ്കിൽ കാഴ്ചശക്തി കുറഞ്ഞവർ, അവർക്ക് ഇതുപോലെ വലുതാക്കിയിട്ട് അവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഇതുപോലെ വലുതാക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെയൊക്കെ എല്ലാം ചെറിയ ചെറിയ ഐക്കണാണുള്ളത്. പക്ഷേ നമ്മൾ സെറ്റ് ചെയ്ത് വളരെ വലുപ്പത്തിലാണ്. അപ്പോൾ അവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിൽ ഇതുപോലെ ലോങ് പ്രസ് ചെയ്തിട്ട് റിമൂവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ മതി. അത് അവിടുന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ വാട്സപ്പും കൂടി ഇവിടെ റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ആവശ്യമില്ലെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനും സാധിക്കും. ഓക്കെ, വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഒരു പെർമിഷനും നമ്മുടെ മൊബൈലിൽ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.